ബുദ്ധമതം ഭാഗം 5. സച്ചിദാനന്ദ പരിപൂർണരെ സാദരം സുപ്രഭാതം. ഭഗവാൻ ശ്രീ ബുദ്ധദേവൻ്റെ അവതാര അനന്തരം 7-ാം നാളിൽ മായാദേവി അമ്മ അന്തരിച്ചു. മാതൃസഹോദരി ഗൗതമിയാണ് പിന്നീട് വളർത്തിയത്, ലാളിച്ചു പാലിച്ചു. തന്മൂലം ഗൗതമ ബുദ്ധൻ എന്ന പേരിലും ഭഗവാൻ ശ്രീബുദ്ധൻ അറിയപ്പെടുന്നു. ശാക്യവംശത്തിൻ്റെ തലസ്ഥാന നഗരം കപിലവസ്തുവാണ്. അവിടെ ശുദ്ധോദന മഹാരാജാവ് വിശേഷപ്പെട്ട 3 കൊട്ടാരങ്ങൾ കൂടി പണിയിച്ചു. ജാതകപ്രകാരം തൻ്റെ ഓമനപുത്രൻ സർവസംഗ പരിത്യാഗിയായ ഋഷിവര്യനാകും എന്നാണല്ലോ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനാൽ അത്തരം ചിന്തയിലേക്ക് തൻ്റെ പുത്രൻ പോകാതിരിക്കുന്നതിനും സദാ സർവദാ ഭൗതികമായ സുഖഭോഗങ്ങൾ മാത്രം കണ്ട് ആസ്വദിക്കുന്നതിനും വേണ്ടി 3 മനോഹരമായ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. വേനൽക്കാലത്തും മഴക്കാലത്തും ശീതകാലത്തും മാറി മാറി വസിക്കുന്നതിനും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിദ്ധാർത്ഥകുമാരൻ്റെ മനസ്സ് അന്തർമുഖമായി അനന്തതയിലെ ദൃഷ്ടികൾ ഊന്നിക്കൊണ്ട് എന്തെല്ലാമോ ചിന്തിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. വിഷാദം അവ്യക്തമായ ഒരു നൊമ്പരമാണ്. 16-ാമത്തെ വയസ്സിൽ തൻ്റെ മാതുലനായ ദണ്ഡപാണിയുടെ സുപുത്രി യശോധരയെ പരിണയിക്കുന്നു. രാഹുലൻ എന്ന പുത്രനും ജനിച്ചു. 19-ാമത്തെ വയസ്സിൽ സകലതും പരിത്യജിച്ചിട്ട് ഭോഗസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പരമമായ സത്യത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഘോരമായ തപസ് നിരന്തരമായിട്ട് നടന്നു. 6-7 വർഷം അധ്യയനത്തിനും തപസ്സിനും ഭാരതത്തിൽ തൻ്റെ കാലഘട്ടം വരെ ഉണ്ടായി വളർന്ന് വികസിച്ചു വന്ന ദാർശനികമായ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രത്യേകിച്ച് ഉപനിഷത്ത് വിനിയോഗിച്ചു. അനേകം ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഓരോരുത്തരിൽ നിന്നും കിട്ടാവുന്നത്രയും അറിവുകൾ സമാഹരിക്കുകയും ചെയ്തു. കുശീനഗർ കാശിക്കടുത്തുള്ള ഒരു കൊച്ചു പ്രദേശം. മനുഷ്യൻ്റെ രോദനവും ദുഃഖവും വാർദ്ധക്യവും ദാരിദ്ര്യവും മരണവും എന്നീ ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഓർത്ത് ചിന്തിച്ച് ധ്യാനിച്ച് കഴിയുന്നു. അവിടെ തപസ് തുടരുകയാണ്. ജ്ഞാന വ്യസനിയുടെ മഹാത്യാഗം സിദ്ധാർത്ഥകുമാരൻ നടത്തിവരുന്നു. വിഷയസുഖങ്ങളുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്നു.
സഹജീവികളുടെ കണ്ണുനീരൊപ്പണം, അതാണ് ലക്ഷ്യം. അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുന്നു. വ്യാകുലപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. താൻ നേടുന്ന ലക്ഷ്യം മനസ്സിലാകുന്നില്ല. കാമക്രോധാദി ദുർവികാരങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നു. വിഷയാസക്തി അഥവാ തൃഷ്ണ മനുഷ്യന് ലക്ഷ്യത്തിലെത്താൻ വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അധികാര പദവികൾ വിട്ടൊഴിയുന്നു. സത്യത്തിൻ്റെ പ്രകാശം അങ്ങനെ 29-ാമത്തെ വയസ്സിൽ ലബ്ധമാകുന്നു. ബോധസത്വനാകുന്നു, ബോധോദയുണ്ടാകുന്നു. സമ്യക് ദൃഷ്ടിയും സമ്യക് സങ്കല്പവും ജ്ഞാനയോഗത്തിൻ്റെ മാർഗമാണ്. സമ്യക് വാക്ക്, സമ്യക് കർമ്മം, സമ്യക് ആജീവനം, ഇവ മൂന്നും കർമ്മയോഗിയുടെ ചര്യകളാണ്. സമ്യക് വ്യായാമം, സമ്യക് സ്മൃതി, സമ്യക് സമാധി രാജയോഗത്തിൻ്റെ ഘടകങ്ങളാണ്. പ്രപഞ്ചവീക്ഷണം, രാജയോഗം ധ്യാനയോഗത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുക പഠിപ്പിക്കുന്നു. ഉത്തമനായ കർമ്മയോഗി മോക്ഷം ആഗ്രഹിക്കുന്നു, നേടുന്നു. ബൗദ്ധ ദർശനത്തിൽ അതാണ് നിർവാണം എന്ന് പറയുന്നത്, പരമമായ സായുജ്യമുക്തി. അർഹതൻ്റെ ചിത്രം ഗൗതമൻ ദർശിപ്പിക്കുന്നു. മഹത്തായ അഷ്ടാംഗമാർഗത്തിൻ്റെ പടി കയറി നിർവാണപദം നിരന്തരം കൈവരിക്കുന്ന ആൾ അർഹതനാണ്, ബുദ്ധനാണ്, പരമജ്ഞാനിയാണ്. ആ വ്യക്തി തൃഷ്ണയെ പൂർണ്ണമായും അതിജീവിക്കുന്നു, നിർഭയനായ യോഗിവര്യനാകുന്നു. വിഷയങ്ങളിൽ ഭ്രമിക്കരുത്. ജൈനമതവും ബുദ്ധമതവും അഹിംസയെ ഉയർത്തിക്കാട്ടി. ഹിംസ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. പരമമായ ധർമ്മം അഹിംസയാണ് എന്ന് പഠിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുവും അതേ പാതയാണ് സ്വീകരിക്കുന്നത്. ശ്രീബുദ്ധൻ പറയുന്നു, അല്ലയോ ഭിക്ഷുക്കളെ, നമുക്ക് മുമ്പുള്ള മഹാപുരുഷന്മാർ സഞ്ചരിച്ച മാർഗമാണ് നാം പിന്തുടരുന്നത്. ശ്രീ ബുദ്ധധർമ്മത്തിൻ്റെ അവശ്യ ഘടകങ്ങളാണ് പുനർജന്മവും പൂർവജന്മവും അഹിംസയും. കർമ്മത്തിൻ്റെ ഉപോത്പന്നങ്ങളാണ് ഇവ. പുനർജന്മവും പൂർവജന്മവും. ഉപനിഷത്ത് ഇതിനെ സൂക്ഷ്മമായി പരിശോധിച്ചു. അഹിംസ പരമമായ ധർമ്മമാണ് അംഗീകരിക്കുന്നു. ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുവും അതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. 4 ആര്യസത്യങ്ങൾ. ദുഃഖം ഒരു യാഥാർത്ഥ്യമാണ്. ജനനവും മരണവും ദുഃഖമാണ്. ജരയും രോഗവും ദുഃഖമാണ്. ഇച്ഛിച്ചത് കിട്ടാതിരിക്കുന്നതും കിട്ടിയത് നഷ്ടപ്പെടുന്നതും ദുഃഖത്തിന് കാരണമാണ്. തൃഷ്ണ, ദുരാഗ്രഹം, ഇതാണ് ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണം.
ദുഃഖത്തിന് അറുതിയുണ്ട്. തൃഷ്ണാശമനമാണ് അതിൻ്റെ പ്രധാന മാർഗം. ഭഗവാൻ ശ്രീബുദ്ധൻ അവതാര പുരുഷനാണ്. വിഷ്ണു ഭഗവാന്റെ 26 അവതാരങ്ങളിൽ 25ാമത്തെ അവതാരമാണ് ശ്രീബുദ്ധൻ്റേതെന്ന് നമ്മൾ നേരത്തെ മനനം ചെയ്ത് കഴിഞ്ഞല്ലോ. ജനകോടികളുടെ കണ്ണുനീരും കഷ്ടപ്പാടും പരിഹരിക്കണം, അതാണ് ലക്ഷ്യം. AD 600 വരെ ഭാരതത്തിൽ ബൗദ്ധധർമ്മം നിരന്തരം പ്രോജ്വലമായി നിലനിന്നിരുന്നു. അധാർമികമായ ഭോഗവിലാസങ്ങളോ അപഹരണമോ അന്ന് ഉണ്ടായിരുന്നില്ല. ബൗദ്ധ ഭരണകാലഘട്ടത്തിൽ ബുദ്ധമതത്തിൻ്റെ പ്രഭാവം ജ്വലിച്ചു നിന്ന കാലഘട്ടത്തിൽ, ബുദ്ധന് മുമ്പ് ബുദ്ധന് വളരെ മുൻപും അതിനുശേഷവും ചിലർക്ക് അത് നേടുവാൻ കഴിഞ്ഞു. ആ ദർശനം, ആ തത്വം, ആ ആത്മബോധം. വിദ്യാഭ്യാസം പ്രബുദ്ധനാകാൻ വേണ്ടിയാണ്. സജ്ജന സമ്പർക്കം അത് സഹായകമാകുന്നു. സിലോൺ, ബർമ, തായ്ലൻഡ്, നേപ്പാൾ, ടിബറ്റ്, ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ അശോകൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബുദ്ധമതം വേണ്ടത്ര പ്രചാരം നേടിയിരുന്നു. ധർമ്മമാർഗങ്ങളുടെ ബീജം മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിലാണ്. കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ബൗദ്ധ, ഹിന്ദു മതസാരവും അത് തന്നെയാണ്. ജനനമരണം മനുഷ്യജീവിത ചക്രത്തിൻ്റെ കണ്ണികളാണ്. പ്രപഞ്ചരഹസ്യം അറിയായിക കൊണ്ട് അജ്ഞാനം ഉടലെടുക്കുന്നു. മായ അതിനെ ഭരിക്കുന്നു. അജ്ഞാനത്തിന് കാരണം മായയുടെ ആവരണം നിലനിൽക്കുന്നത് കൊണ്ടാണ്. മായയെ മാറ്റുമ്പോൾ ജ്ഞാനം തെളിഞ്ഞു വരും. സംസാര ചക്രത്തിന് ആ പരിഭ്രമണത്തിന് അറുതിയില്ല. അതെപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ അറിവ് ലഭിക്കുകയുള്ളൂ. ശ്രീബുദ്ധൻ ഉപദേശിച്ചു. അദ്ദേഹം ഉപനിഷത്ത് കുമാരനാണ്, പരമജ്ഞാനിയാണ്. ശ്രീനാരായണ ഗുരുവും ശ്രീബുദ്ധൻ്റെ പാതയാണ് സ്വീകരിച്ചത്. ശ്രീബുദ്ധൻ ഒരിക്കലും താൻ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നതായോ അതാണ് ലക്ഷ്യമെന്നോ പ്രസ്താവിച്ചിട്ടില്ല. പകരം സനാതന ഹിന്ദു ധർമ്മ നവോത്ഥാനമാണ് നടത്തിയത്. ശ്രീനാരായണ ഗുരു അത് സ്വീകരിച്ചു, അതിന് പ്രചാരണം കൊടുത്തു. ഭിക്ഷുക്കളെ പുരാതന കാലങ്ങളിൽ നമ്മുടെ പ്രമുഖന്മാരായ പൂർവഋഷികമാർ, ജ്ഞാനികൾ, തപസ്സികൾ പിന്തുടർന്നു വന്ന ആ സനാതനധർമ്മം തന്നെയാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളത്, അനുഷ്ഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഭവാന്മാർക്ക് ഉപദേശരൂപേണ നാം തന്നുകൊണ്ടിരിക്കുന്നതും. ഭാരതീയ അനാദി സനാതനധർമ്മം പൊതുലക്ഷ്യമായിരിക്കട്ടെ. നിശേഷ ദുഃഖദുരിത ധ്വംസനം, അഭയം,
മോക്ഷം അഥവാ മുക്തി, നിർവാണം, പരമപദപ്രാപ്തി, ഇവ അനന്യസാധാരണമാണ്. ലക്ഷ്യം ജ്ഞാനം അഥവാ ബോധിസത്വനാകുക എന്നതാണ്. പ്രകാശമാർഗം, അദ്വൈതികളുടെ മോക്ഷമാണ് മുക്തി. ബുദ്ധമതത്തിൽ അതാണ് നിർവാണം. സമുന്നതമായ ഒരു പുരുഷാർത്ഥമാണത്. അതിന് വാർദ്ധക്യാദി ബാധിക്കുന്നില്ല. മുക്തിക്ക് മോക്ഷനിർവാണം ആണത്. ബുദ്ധമതം ആത്മാവ്, ഈശ്വരൻ ഇവയിൽ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഓരോരുത്തരും ഈശ്വരൻ തന്നെയാണ്, അഥവാ ഓരോരുത്തരിലെ ഈശ്വരൻ കുടികൊള്ളുന്നു. ആ പരമസത്യത്തെ അനുഭൂതിയിലൂടെ അറിയുകയാണ് വേണ്ടത്. അതാണ് പരമപദം അഥവാ നിർവാണം. പൗരോഹിത്യം, ആഡംബരം സ്വീകരിക്കുന്നു. അന്നുണ്ടായിരുന്ന ആ ജാതി, ഉപജാതി, അധാർമികമായ ചിന്തകൾ ഇതിനെയെല്ലാം ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുവും ധ്വംസനം ചെയ്തു, ഇല്ലാതാക്കി. മനസ്സുകളിലേക്ക് അതിൻ്റെ നിസ്സാരതയും അസാരതയും എടുത്തു കാണിച്ചു. നഹി വൈരേണ വൈരാണി ശാമ്യന്തീഹ കഥാചന അവൈരേണേവ ശാമ്യന്തി യേശ ധർമ്മ സനാതന. വാൽമീകിയുടെയും ബുദ്ധൻ്റെയും ഉപദേശസാരമാണത്. സ്നേഹം വൈരത്തെ നശിപ്പിക്കുന്നു, സൗഹാർദ്ദം വളർത്തുന്നു. ഇതാണ് സനാതന ധർമ്മസാരം. സമഭാവം, സ്നേഹം ധർമ്മപദം ഉദ്ഘോഷിക്കുന്നു. ബുദ്ധമതം കറകളഞ്ഞ ശുദ്ധ ഹിന്ദു മതമാണ്, ഭാരതീയ ധർമ്മമാണ്. ജന്തുഹിംസ, മദ്യപാനം ഒരിക്കലും ആവർത്തിക്കരുത്, പാടില്ലാത്തതാണ് ജന്തുഹിംസയും മദ്യപാനവും. മനുഷ്യനെ ആസുരിക വൃത്തിയിലേക്ക് ഇവ രണ്ടുമാണ് തിരിച്ചുവിടുന്നത്. ഇന്നും ഒരു കൂട്ടർ ഇത് മനസ്സിലാകാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഹിംസയ്ക്കും അടിമപ്പെട്ടു പോകുന്നു. ആസുരിക വൃത്തി ഇന്ന് പൊതുവെ വളർന്നു വരുന്നു. അവിടെ ബുദ്ധമതത്തിലൂടെ, ജൈനമതത്തിലൂടെ ശ്രീനാരായണ ഗുരു പുനഃപ്രവചനം നടത്തിയ ഏകത്വ ദർശനത്തിലൂടെ അതിന് വളർത്തിയെടുക്കാൻ കഴിയും. അധർമ്മത്തെ ഇല്ലാതാക്കിയിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം, അതാണ് ലക്ഷ്യം. ക്രൂരകർമ്മങ്ങൾ ഒരിക്കലും പാടില്ല, ആസുരിക വൃത്തിയാണവ. സർവോത്കർഷേണ വർത്തിച്ചാലും സഹജീവികളോട് കാരുണ്യം കാട്ടുക. ഭാരതത്തിലെ ചില പുരോഹിതവർഗവും ആധുനികമായ ചില പ്രത്യയശാസ്ത്രങ്ങളും വിശ്വാസമില്ലാത്ത ചില മതപ്രചാരകരും സനാതന സംസ്കൃതിയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തവരും നൈമിഷികമായ ചില ഭൗതിക സുഖഭോഗങ്ങളിൽ ആസക്തരായിട്ടുള്ളവരുമാണ് സനാതനധർമ്മത്തിൻ്റെ വിരോധികൾ.
സനാതനധർമ്മത്തെ വളരാൻ, തഴച്ച് പുഷ്കലമാകാൻ തടസ്സം സൃഷ്ടിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ചില വിചാരങ്ങളാണ്, ചിന്തകളാണ്. ബഹുജനങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെന്നിരിക്കുന്നു. അതിനെ ഉച്ചാടനം ചെയ്യണം, ഇല്ലാതാക്കണം. സനാതനധർമ്മ ദർശനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അധർമ്മമാണ്. ആ അധർമ്മത്തെ പാടെ ഇല്ലാതാക്കണം. ശ്രീബുദ്ധൻ നമുക്ക് വെളിച്ചം പകർന്നു തന്നു. ശ്രീനാരായണ ഗുരു ആ വെളിച്ചത്തെ കുറെ കൂടെ പ്രോജ്വലമാക്കി. സദ്ധർമ്മങ്ങളെ ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുവും സ്വീകരിച്ചു, പ്രചാരം കൊടുത്തു. അതിനെ പിന്തുടരുകയാണ് നമുക്കിന്ന് വേണ്ടത്. ലോകത്തിൽ എവിടെയും ശാന്തിയും സമാധാനവും ആനന്ദവും ഉത്കർഷവും അഭിവൃദ്ധിയും ഉണ്ടാകണം. ഭീതി ഇല്ലാതാകണം, ഭയം മാറണം. ഭാരതീയ സ്ത്രീത്വത്തെ, ശുദ്ധമായ മാതൃഭാവത്തെ, ദേവീഭാവത്തെ ശ്രീബുദ്ധൻ സ്വാത്മീകരിച്ചു. ശ്രീനാരായണ ഗുരു അതിനെ പുനഃപ്രവചനം നടത്തി. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗള സതാനി.